എസ് രാഗിന് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗിൻ, ഇതിനപ്പുറം ഒരു സ്ഥാനാർത്ഥിക്ക് എന്ത് സ്വീകരണമാണ് നൽകേണ്ടത്? ഹലോ, വലിയ തിരക്കാണ്. രാഗിന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. രാഗിൻ കേൾക്കാമെങ്കിൽ തിരക്ക് നിയന്ത്രണാതീതമാണെന്ന് തോന്നുന്നു. നേതാക്കൾ തന്നെ കഷ്ടപ്പെടുകയാണ് എം സ്വരാജിനെ ഒന്ന് സുരക്ഷിതനായി പുറത്തേക്ക് എത്തിക്കാൻ. LDF പ്രവർത്തകരും ഒക്കെ ചേർന്ന് നൽകിയിരിക്കുന്നത് ജന്മനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ വലിയ ആവേശഭരിതമായിട്ടുള്ള ജന്മനാട്ടിലേക്ക് എം സ്വരാജ് എത്തുമ്പോൾ വലിയ ആവേശകരമായിട്ടുള്ള സ്വീകരണങ്ങളാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് എം സ്വരാജിനെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. LDF പ്രവർത്തകർ ഒന്നാകെ ഇവിടേക്ക് എത്തി. അത്രത്തോളം സ്വീകരണങ്ങളാണ് ഇപ്പോൾ എം സ്വരാജിന് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എം സ്വരാജ് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി തുറന്ന വാഹനത്തിൽ എം സ്വരാജ് ഇവിടെ നിന്ന് CPM ഓഫീസിലേക്ക് പോകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്ന് സ്വന്തം നാട്ടിലേക്ക് നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ LDF പ്രവർത്തകർ ഒന്നാകെ ഒറ്റക്കെട്ടായി ഒഴുകിയെത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിനിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്തത്ര രീതിയിൽ ജനനിബിഡമായിരുന്നു ഈ പ്രദേശം. വലിയ ആവേശഭരിതമായിട്ടുള്ള സ്വീകരണം അദ്ദേഹത്തിന് LDF പ്രവർത്തകർ, ഇടത് പ്രവർത്തകരൊക്കെ ചേർന്ന് ഒരുക്കുന്നു. വലിയ ആവേശം വർദ്ധിത വീര്യത്തോടു കൂടി ഇപ്പോൾ LDFന് വന്നിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ LDFിന്റെ തുറുപ്പുചീട്ടാണ് എം സ്വരാജ്. എം സ്വരാജിനെ മത്സരിപ്പിച്ച് വിജയമുണ്ടാക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ LDF പ്രവർത്തകർക്കുണ്ട്. ഇപ്പോൾ ആ പ്രവർത്തകർ നെഞ്ചിലേറ്റിക്കൊണ്ടത് ഓരോ പ്രവർത്തകരും ഇവിടേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എം സ്വരാജ് ഇപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. റെയിൽവേ സ്റ്റേഷന് പുറത്തും വലിയ തിരക്കുണ്ട്. PB അംഗം A വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹം ജന്മനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പോയത്. അദ്ദേഹം ഈ മണ്ഡലത്തിലെ ചുമതലക്കാരനായിരുന്നു. ചുമതലക്കാരനായ സ്ഥാനാർത്ഥിയായി എത്തുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ CPI കേന്ദ്രങ്ങളിൽ നിന്നിരുന്നു. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ ശരി, എന്തായാലും വലിയ ആവേശത്തോടെ പ്രവർത്തകർ സ്വീകരിക്കുന്നു. നേതാക്കളടക്കം ആടി ഉലഞ്ഞു പോകുന്നു തിരക്കിനിടയിൽ. അതാണ് എം സ്വരാജിന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ നൽകുന്ന സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തോടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ അധികം ആളുകൾ, അധികം ആവേശം. എം സ്വരാജിന് പോകാനുള്ള തുറന്ന വാഹനമടക്കം അവിടെ തയ്യാറാണ്. എടുത്തുയർത്തി കൊണ്ടുപോവുകയാണ് അണികൾ, ആരാധകർ എം സ്വരാജിനെ തുറന്ന വാഹനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി ഇവിടെ നിന്ന് വലിയ പ്രചാരണമായിട്ടാണ് CPMന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് എം സ്വരാജ് പോവുക. ഒരു സ്ഥാനാർത്ഥിക്ക് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും ആവേശപൂർവമായ, നേരത്തെ പറഞ്ഞതുപോലെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ ഏറെ ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഒന്ന് അഭിവാദ്യം ചെയ്യാൻ തമ്മിൽ തിരക്കുകൂട്ടുന്ന ആളുകളെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്രമേൽ സന്തോഷം എം സ്വരാജിന്റെ മുഖത്തും പ്രകടമാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാണ്. വികാരവായ്പോട് കൂടിയാണ് താൻ ഇതിനെ കാണുന്നത് എന്ന് എം സ്വരാജ് പറഞ്ഞിരിക്കുന്നു.